പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പഞ്ചതന്ത്രത്തിലെ 5-ാമത്തെ കഥയാണ്. അതായത് എപ്പിസോഡ് 5, ദേവശർമ്മയും ആഷാഢഭൂതി. ഒരു വിജനപ്രദേശത്ത് ഒരു സന്യാസി മഠത്തിൽ ദേവശർമ്മ എന്നൊരു സന്യാസി ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. പതിവായി മഠം സന്ദർശിക്കുന്ന ഭക്തജനങ്ങൾ എന്തെങ്കിലും വിശിഷ്ട വസ്തുക്കൾ സന്യാസിക്ക് കാഴ്ചവെച്ചിരുന്നു. അദ്ദേഹം അവയെല്ലാം വിറ്റ് വളരെയേറെ പണം സമ്പാദിച്ചു. ധാരാളം പണം കൈവശമുണ്ടായപ്പോൾ അദ്ദേഹത്തിന് ആരെയും വിശ്വാസമില്ലാതായി. രാപകൽ പണസഞ്ചി കക്ഷത്തു നിന്ന് മാറ്റാതെ കൊണ്ടു നടന്നു. അദ്ദേഹം എപ്പോഴും തൻ്റെ സമ്പാദ്യത്തെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നടന്നു. അതങ്ങനെ വരൂ, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും എന്നാണല്ലോ ആപ്തവാക്യം. പണം സമ്പാദിക്കാനും സമ്പാദിച്ചത് സൂക്ഷിക്കാനും സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ചെലവിടാനും ദുഃഖം. പണം കൊണ്ട് ദുഃഖം മാത്രമേ നേട്ടമുള്ളൂ. ആഷാഢഭൂതി എന്നൊരു കള്ളനും ഭക്തജനങ്ങളുടെ കൂട്ടത്തിൽ മഠത്തിലെത്തിയിരുന്നു. അയാൾ എങ്ങനെയെങ്കിലും ദേവശർമ്മയുടെ പണസഞ്ചി തട്ടിയെടുക്കാനുള്ള വഴി ആലോചിച്ചു തുടങ്ങി. മഠം തുറന്ന് അകത്ത് കിടക്കാൻ ഇല്ലെന്ന് കണ്ടപ്പോൾ അയാൾ ശിഷ്യനായി കൂടെ കൂടി തക്കം പാർത്തിരുന്നു. അയാൾ ദേവശർമ്മയെ സമീപിച്ചു പറഞ്ഞു, ഭഗവാൻ, എന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റി തരണം. ദേവശർമ്മ സാദരം പറഞ്ഞു, ഉണ്ണി, ഇത്ര ചെറുപ്പത്തിൽ തന്നെ വൈരാഗ്യം വന്ന നീ ധന്യനാണ്. ആഷാഢഭൂതി സവിനയം ദേവശർമ്മയുടെ കാലു പിടിച്ച് ആത്മരക്ഷയ്ക്കുള്ള മന്ത്രം ഉപദേശിച്ചു തരാൻ അപേക്ഷിച്ചു. ദേവശർമ്മ സമ്മതിച്ചു. ശരി, എന്നാൽ നീ രാത്രി മഠത്തിലേക്ക് കടക്കരുത്. സന്യാസിമാർക്ക് ആരോടും സമ്പർക്കം പാടില്ലല്ലോ. രാജാവ് മന്ത്രിമാരുടെ ദുരുപദേശം കൊണ്ടും പുത്രൻ ലാളന കൊണ്ടും ബ്രാഹ്മണൻ വിദ്യ അഭ്യസിക്കാത്തതുകൊണ്ടും കുലം ദുഷ്ടപുത്രനെ കൊണ്ടും ശീലം അതായത് ഹാബിറ്റ്സ് സഹവാസം കൊണ്ടും സുഹൃത് ബന്ധം അതായത് ഫ്രണ്ട്ഷിപ്പ് സ്നേഹശൂന്യമായ പെരുമാറ്റം കൊണ്ടും സമൃദ്ധി ദുർഭരണം കൊണ്ടും സ്നേഹം വിരഹം കൊണ്ടും സ്ത്രീ ഗർവ് കൊണ്ടും കൃഷി നോട്ടക്കുറവ് കൊണ്ടും പണം അശ്രദ്ധ കൊണ്ടും നശിക്കും. അതുകൊണ്ട് നീ വ്രതദീക്ഷ എടുത്ത് മഠത്തിന് പുറത്ത് പുൽക്കുടിയിൽ കിടന്നാൽ മതി. ഗത്യന്തരമില്ലാതെ ആഷാഢഭൂതി എന്ന കള്ളൻ അങ്ങനെ ചെയ്തു. അയാൾ പകൽ മുഴുവൻ ദേവശർമ്മയെ ശുശ്രൂഷിച്ച് പ്രിയം നേടി. എന്നാൽ സന്യാസി കക്ഷത്തിലെ പണസഞ്ചി കൈവിട്ടതേയില്ല. ആഷാഢഭൂതിക്ക് മടുപ്പ് തോന്നി. സന്യാസിയെ കൊലപ്പെടുത്തിയാലോ എന്ന് ആലോചിച്ചു. ഒരു ദിവസം ദേവശർമ്മയുടെ ഒരു ശിഷ്യൻ്റെ മകൻ ഗ്രാമത്തിൽ നിന്ന് വന്ന് തൻ്റെ ഉണ്ണിയുടെ ഉപനയനത്തിന് ദേവശർമ്മയെ ക്ഷണിച്ചു. പിറ്റേന്ന് ദേവശർമ്മ ആഷാഢഭൂതിയെയും കൂട്ടി ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. വഴിക്ക് ഒരു പുഴക്കരയിലെത്തി. അപ്പോൾ ദേവശർമ്മ പണസഞ്ചി കാവ്യവസ്ത്രത്തിൽ പൊതിഞ്ഞു വെച്ചു. എന്നിട്ട് കുളിയും തേവാരവും കഴിച്ച് ആഷാഢഭൂതിയോട് പറഞ്ഞു, ഞാനൊന്ന് മലവിസർജനം ചെയ്തു വരാം, അതുവരെ എൻ്റെ വസ്ത്രം സൂക്ഷിക്കണം. ദേവശർമ്മയ്ക്കും ആഷാഢഭൂതിയുടെ കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹം പുഴക്കരയിൽ ഒരു കുറ്റിക്കാടിൻ്റെ മറവിൽ വിസർജനത്തിനായി ഇരുന്നപ്പോൾ 2 ആടുകൾ തമ്മിൽ നെറ്റികൊണ്ടിടിച്ച് യുദ്ധം ചെയ്യുന്നത് കണ്ടു. ധാരാളം ചോര ഒഴുകി വീണത് കണ്ട് ഒരു കുറുക്കൻ അവിടെ എത്തി ചോര നക്കി കുടിച്ചു തുടങ്ങി. ഇത് കണ്ട് ദേവശർമ്മ ആലോചിച്ചു, കഷ്ടം, ഈ ആടുകൾ കൂട്ടിയിടിക്കുമ്പോൾ ഇടയിൽ പെട്ടുപോയാൽ ബുദ്ധിയില്ലാത്ത ഈ കുറുക്കൻ ചത്തുപോകും. താമസിയാതെ ആടുകൾ ഇടിക്കുന്നതിനിടയിൽപ്പെട്ട് കുറുക്കൻ തല ചതഞ്ഞ് ചത്തു. ദേവശർമ്മ അനുകമ്പയോടെ പുഴക്കടവിലേക്ക് പോയി. നോക്കുമ്പോൾ അവിടെ കാവ്യവസ്ത്രക്കെട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആഷാഢഭൂതിയെ കണ്ടില്ല. ഒപ്പം പണസഞ്ചിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ദേവശർമ്മ പണം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരുന്നു. വിളിച്ചുകൊണ്ട് കാവ്യവസ്ത്രമെടുത്ത് അദ്ദേഹം ആഷാഢഭൂതിയെ തിരഞ്ഞ് പുറപ്പെട്ടു. നടന്ന് സന്ധ്യയ്ക്ക് ഒരു ഗ്രാമത്തിലെത്തി. അപ്പോൾ ഒരു ചാലിയൻ കള്ളു കുടിക്കാൻ ഭാര്യയോടൊപ്പം അങ്ങാടി തെരുവിലേക്ക് പോകുന്നത് കണ്ട് ദേവശർമ്മ അയാളോട് പറഞ്ഞു, ഞാനിവിടെ ആരെയും അറിയയില്ല. താങ്കൾ എന്നെ അതിഥിയായി സ്വീകരിക്കണം. സന്ധ്യാസമയത്ത് ഗ്രഹത്തിൽ വരുന്ന അതിഥിയെ സൽക്കരിക്കുന്നവൻ ദേവനായി തീരും എന്നാണല്ലോ ചൊല്ല്. അത് കേട്ട് ചാലിയൻ ഭാര്യയോട് പറഞ്ഞു, പ്രിയെ, നീ വന്ധ്യനായ അതിഥിയെ വീട്ടിൽ കൊണ്ടുപോയി നല്ല വെള്ളവും സ്വാദുള്ള ഭക്ഷണവും മെത്തയും കൊടുത്ത് സൽക്കരിച്ച് അവിടെ ഇരുത്തുക. ഞാൻ വരുമ്പോൾ ധാരാളം കള്ള് കൊണ്ടുവന്നു തരാം. ചാലിയൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരവനുമായി അടുപ്പമുണ്ടായിരുന്നു. അവൾ ദേവശർമ്മയുമായി വീട്ടിലെത്തിയ ഉടനെ ഒരൊടിഞ്ഞ കട്ടിൽ അദ്ദേഹത്തിന് കിടക്കാൻ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അടുത്ത ഗ്രാമത്തിലുള്ള എൻ്റെ കൂട്ടുകാരിയെ കണ്ടിട്ട് വേഗം വരാം. വന്നിട്ട് ചോറ് വിളമ്പിത്തരാം. അവൾ അണിഞ്ഞൊരുങ്ങി കാമുകനായ ദേവദത്തനെ കാണാനിറങ്ങി. അപ്പോഴേക്കും അവളുടെ ഭർത്താവ് മദ്യപിച്ച് സുബോധമില്ലാതെ വന്നു. അയാളെ കണ്ടപ്പോൾ അവൾ പിന്തിരിഞ്ഞോടി വീട്ടിലെത്തി ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. അയാൾ വീട്ടിലെത്തി അവളെ വിളിച്ചു, കുല്ലടെ, നീ അണിഞ്ഞൊരുങ്ങി എങ്ങോട്ട് പോകാനാണ് ഇറങ്ങിയത്? അവൾ മറുപടി പറഞ്ഞു, നിങ്ങൾ കള്ളു കുടിച്ച് അസംബന്ധം പുലമ്പുന്നതിന് ഞാൻ എന്തു വേണം? അയാൾ കോപിച്ചു, നിന്നെക്കുറിച്ച് കേട്ടിട്ടുള്ളതെല്ലാം ശരിയാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല. അയാൾ അവളെ തല്ലിച്ചതച്ച് ഒരു തൂണിന്മേൽ കെട്ടിയിട്ടു. പിന്നെ മദ്യലഹരിയിൽ അവിടെ കിടന്നു ഉറങ്ങുകയും ചെയ്തു. ആ സമയത്ത് ചാലിയത്തിയുടെ കൂട്ടുകാരിയായ ഒരു ക്ഷുരക സ്ത്രീ അവിടെ വന്നു.
അവൾ പറഞ്ഞു, ദേവദത്തൻ പതിവ് സ്ഥലത്ത് നിന്നെ കാത്തി നിൽപ്പുണ്ട്. ചാലിയത്തി ദുഃഖപൂർവ്വം പറഞ്ഞു, ഞാൻ എങ്ങനെ പോകും ഈ അവസ്ഥയിൽ? ക്ഷുരകസ്ത്രീ ഉപദേശിച്ചു, കള്ളുകുടിച്ച് ബോധം കെട്ടുറങ്ങുന്ന നിന്റെ ഭർത്താവ് നേരം പുലർന്നിട്ടേ ഇനി ഉണരൂ. ഞാൻ നിന്നെ കെട്ടഴിച്ചു വിടാം. നീ എന്നെ നിന്റെ സ്ഥാനത്ത് കെട്ടിയിട്ട് ദേവദത്തനെ കണ്ടുവാ. ചാലിയത്തി സന്തോഷപൂർവ്വം അത് സമ്മതിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചാലിയൻ ഉണർന്നു. എടി, ഇന്നു മുതൽക്ക് നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെന്നും എന്നോട് തോന്നിവാസം പറയുകയില്ലെന്നും ഉറപ്പ് തന്നാൽ നിന്നെ വിട്ടയക്കാം. ഒച്ച കേട്ടാൽ ആളെ തിരിച്ചറിയുമെന്ന് പേടിച്ച് ബന്ധനസ്ഥയായ ക്ഷുരകസ്ത്രീ മിണ്ടാതെ മുഖം കുരിച്ചു നിന്നു. ചാലിയൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും ഉത്തരമില്ലെന്ന് കണ്ടപ്പോൾ അവന് ദേഷ്യം വന്ന് സഹിക്കാതെ കത്തികൊണ്ട് അവളുടെ മൂക്കരിഞ്ഞു കളഞ്ഞു. ശാപവാക്കുകളും ചീത്തയും പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും ഉറങ്ങി. ദേവശർമ്മ എല്ലാം കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ചാലിയത്തി തിരിച്ചെത്തി. വിശേഷമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. ക്ഷുരകസ്ത്രീ മറുപടി പറഞ്ഞു, എൻ്റെ മൂക്കിനല്ലാതെ മറ്റു കുഴപ്പം ഒന്നുമില്ല. എന്നെ കട്ടഴിച്ചു വിടൂ, ഞാൻ വീട്ടിലേക്ക് പോകട്ടെ. ക്ഷുരകസ്ത്രീ പോയതിനു ശേഷം ചാലിയത്തി സ്വയം ബന്ധനസ്ഥയായി ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചാലിയൻ വീണ്ടും ഉണർന്നു. അവൻ പറഞ്ഞു, എടി കുലടെ, മൂക്ക് പോയില്ലേ? ഇനി ഞാൻ ചെവിയും കൂടി അരിയും. അപ്പോൾ അവൾ അധിക്ഷേപിച്ചു, കഷ്ടം, ഞാൻ പതിവ്രതയാണെങ്കിൽ എൻ്റെ മൂക്ക് പഴയപടി കേടൊന്നും കൂടാതെ ആയിത്തീരട്ടെ. ദുഷ്ട, നോക്കൂ, എൻ്റെ മൂക്ക് പാതിവൃത്യം കൊണ്ട് പഴയപടിയായിരിക്കുന്നു. ചാലിയൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവളുടെ മൂക്ക് കേടുകൂടാതെ ഇരിക്കുന്നതും നിലത്ത് രക്തം തളം കെട്ടി കിടക്കുന്നതും കണ്ടു. അയാൾ അത്ഭുതത്തോടെ പശ്ചാത്തപിച്ച് അവളെ കെട്ടടിച്ചു വിട്ടു, ചുംബിച്ച് ആശ്ലേഷിച്ചു. ദേവശർമ്മ എല്ലാം കണ്ട് വിസ്മയിച്ചു. അയാൾ ചിന്തിച്ചു, സ്ത്രീകളുടെ മായാചാതുര്യം അപാരം തന്നെ. അവർ സത്യത്തെ അസത്യവും അസത്യത്തെ സത്യവുമാക്കി തീർക്കുന്നു. പെണ്ണുങ്ങളുടെ വാക്കിൽ തേനും മനസ്സിൽ വിഷവുമാണുള്ളത്. ഈച്ചയ്ക്ക് തലയിൽ വിഷം, തേളിന് വാലിൽ വിഷം, പാമ്പിന് പല്ലിൽ വിഷം, സ്ത്രീകൾക്ക് മനസ്സിൽ വിഷം എന്നാണല്ലോ മനീഷികൾ പറഞ്ഞിരിക്കുന്നത്. ക്ഷുരകസ്ത്രീ മുറിഞ്ഞ മൂക്കോടെ വീട്ടിലെത്തി. തലേന്ന് രാത്രി രാജധാനിയിൽ താമസിച്ച് രാവിലെ വീട്ടിലെത്തിയ ക്ഷുരകൻ വാതക്കൽ നിന്ന് ഭാര്യയോട് ക്ഷൗരപ്പെട്ടി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. മുറിഞ്ഞ മൂക്കുമായി ഭർത്താവിൻ്റെ മുമ്പിൽ ചെല്ലാൻ മടിച്ചിട്ട് അവൾ ക്ഷൗരക്കത്തിയെടുത്ത് മറഞ്ഞു നിന്നുകൊണ്ട് അത് വാതിൽപ്പടിയിൽ വെച്ചു. പെട്ടി കൊണ്ടുവരാതെ കത്തി മാത്രം കൊണ്ടുവന്നതിൽ കോപിച്ച് ക്ഷുരകൻ കത്തിയെടുത്ത് അവൾക്ക് നേരെ എറിഞ്ഞു. അവൾ ഇത് തന്നെ അവസരമെന്ന് കരുതി ഉറക്കെ നിലവിളിച്ചു, അയ്യോ, എൻ്റെ മൂക്ക് മുറിഞ്ഞ്. വിവരമറിഞ്ഞ് രാജഭൃത്യന്മാർ ക്ഷുരകനെ പിടിച്ചുകെട്ടി മൂക്ക് മുറിഞ്ഞ പെണ്ണിനെയും കൂട്ടി ന്യായാധിപൻ്റെ അടുത്ത് ചെന്നു. ക്ഷുരകന് ഒന്നും പറയാനില്ലായിരുന്നു. അയാൾ മിണ്ടാതിരിക്കുന്നത് ന്യായാധിപന്മാരിൽ ഒരാൾ പറഞ്ഞു, സ്വരത്തിനും മുഖഭാവത്തിനും മാറ്റം വരിക, കണ്ണിൽ ഭയം സ്ഫുരിക്കുക, തേജസ് കുറയുക, കാലിടറുക, നെറ്റി വിയർക്കുക, തൊണ്ട ഇടറുക, നേരെ മുഖത്ത് നോക്കാതിരിക്കുക, മറുപടി പറയാതിരിക്കുക, ഇവയൊക്കെ കുറ്റം ചെയ്തവൻ്റെ ലക്ഷണങ്ങളാണ്. ഇവന് അപരാധിയുടെ സർവ്വലക്ഷണങ്ങളുമുണ്ട്. ന്യായാധിപന്മാരുടെ ഏകണ്ഠമായ തീരുമാനമനുസരിച്ച് ക്ഷുരകനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പോൾ ദേവശർമ്മ ന്യായാധിപൻ്റെ അടുത്ത് ചെന്ന് നടന്ന സംഭവമെല്ലാം മുഴുവൻ വിവരിച്ചു. ഇത് കേട്ട് ന്യായാധിപൻ ക്ഷുരകസ്ത്രീയുടെ മൂക്കിന് പുറമെ ചെവിയും കൂടി അരിഞ്ഞു കളയാൻ വിധിച്ചു. ഇതാണ് സ്വന്തം തെറ്റുകൊണ്ട് നശിച്ച കഥ. കരടകൻ ചോദിച്ചു, നാം ഇനി എന്തു ചെയ്യും? ദമനകൻ പറഞ്ഞു, സജീവകനും പിങ്കളകനും തമ്മിൽ വേർപിരിയാനുള്ള സൂത്രം കണ്ടുപിടിക്കണം. സാമർഥ്യപൂർവ്വം ഒളിപ്പിച്ചു വെച്ച കള്ളം കണ്ടുപിടിക്കാൻ ദൈവത്തിനു പോലും സാധിക്കുകയില്ല. ചാലിയൻ വിഷ്ണുരൂപത്തിൽ രാജകുമാരിയെ പ്രാപിച്ച കഥ കേട്ടിട്ടില്ലേ? കരടകൻ്റെ ആവശ്യപ്രകാരം ദമനകൻ ഒരു കഥ പറഞ്ഞു. അതാണ് 6ാമത്തെ കഥ. ഈ 6ാമത്തെ കഥ നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുവരെ താങ്ക് യു ഓൾ ഓഫ് യു.